വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വിവിധ സമൂഹങ്ങളിലേക്ക് അയക്കപ്പെട്ട 1,00,000-ൽ പരം പ്രവാചകന്മാർ, അവരെല്ലാം അതത് സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകിയ ഒന്നാണ് ലോകാവസാനത്തിന് മുൻപായി സംഭവിക്കുന്ന ദജ്ജാലിന്റെ പുറപ്പെടൽ. ജനങ്ങൾ ദജ്ജാലിനെ സംബന്ധിച്ച് അശ്രദ്ധരാവുന്ന കാലം വന്നാൽ പള്ളി മിമ്പറുകളിൽ ദജ്ജാലിനെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു കാലം അന്യമായി തീർന്നാൽ അത് അവന്റെ വരവിലേക്കുള്ള സൂചനയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. മനുഷ്യ സൃഷ്ടി മുതൽ അന്ത്യസമയം വരെയുള്ള കാലയളവിൽ മനുഷ്യരാശി നേരിടുന്ന കഠോരമായ പരീക്ഷണം തന്നെയായിരിക്കും ദജ്ജാലിന്റെ പുറപ്പെടൽ. എന്നാൽ തങ്ങൾ ഇത്രയും കാലം കാത്തിരുന്ന ഒരു വീരപുരുഷന്റെ ആഗമനമായിട്ടാണ് ദജ്ജാലിന്റെ വരവിനെ ജൂതന്മാർ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ മസീഹുദ് ദജ്ജാലിനെ സ്വീകരിക്കാൻ, അവന്റെ വരവിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിലാക്കാൻ ഇസ്രായേൽ രാഷ്ട്രം അതിന്റെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സുലൈമാൻ നബിയുടെ കാലത്ത് പണിത ജെറൂസലമിലെ സോളമൻ ടെമ്പിൾ, അതായത് ഫസ്റ്റ് ടെമ്പിൾ, ഇത് BC 6-ാം നൂറ്റാണ്ടിൽ ബുഖ്തനസറും സൈന്യവും തകർത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ തകർച്ചയ്ക്ക് ശേഷം വീണ്ടും അത് പുതുക്കി പണിതെങ്കിലും അവരുടെ ശത്രുക്കളാൽ വീണ്ടും തകർക്കപ്പെട്ടു. രണ്ടാമത്തെ തകർച്ചയ്ക്ക് ശേഷം ജൂത വിശ്വാസപ്രകാരം അവർ വിലാപത്തിന്റെ വക്താക്കളാണ്. ആ വിലാപത്തിൽ നിന്ന് അവർ മുക്തരാകണമെങ്കിൽ തകർക്കപ്പെട്ട അവരുടെ ആരാധനാലയം മൂന്നാമതായി പുനർനിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ബൈബിളിൽ ഇതിനെക്കുറിച്ചുള്ള സൂചകങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പുനർനിർമ്മാണം ആരംഭിക്കണമെങ്കിൽ അതിനുപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങളും മറ്റു വസ്തുക്കളും ജൂത വിശ്വാസപ്രകാരം വിശുദ്ധമായ ചാരത്തിൽ ശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിനവർക്ക് വേണ്ടത് എല്ലാ വ്യവസ്ഥകളും ഒത്തിണങ്ങിയ മുഴുവൻ രോമങ്ങളും ചുവപ്പ് നിറത്തിലുള്ള ഒരു ചുവന്ന പശുവിനെയാണ്. അപ്രകാരം ചുവന്ന പശുക്കളെ അവർ കൊണ്ടുവരികയും അതിനെ നിരീക്ഷിക്കുകയും ചെയ്യുകയുണ്ടായി. നിരീക്ഷണത്തിൽ പൂർണ്ണതയുള്ള പശുക്കളെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിലും അവരുടെ ചടങ്ങുകൾ കുറ്റമറ്റതാക്കി തീർക്കാൻ അരങ്ങേറ്റത്തിന് മുൻപുള്ള ഒരു പരീക്ഷണമെന്ന നിലയിൽ പൂർണ്ണ യോഗ്യത നേടാത്ത പശുക്കുട്ടിയെ അറുത്ത് ഈ അടുത്ത് അവർ യാഗം നടത്തുകയുണ്ടായി. ഇനി അവർക്ക് ബാക്കിയുള്ളത് അവരുടെ ഒടുവിലത്തെ ചടങ്ങ് മാത്രമാണ്. അതിനവർക്ക് ആവശ്യമുള്ളതാവട്ടെ മുഴുവൻ രോമങ്ങളും ചുവന്നതായ ഒരു പശുവിനെയുമാണ്. ഈ ചടങ്ങ് കൂടി കഴിഞ്ഞാൽ 7 വർഷം കൊണ്ട് അവർക്ക് 3rd ടെമ്പിൾ പണിയേണ്ടതായിട്ടുണ്ട്. നിർമ്മാണത്തിന് അനുയോജ്യമായ സ്ഥലമായവർ കാണുന്നത് മസ്ജിദുൽ അഖ്സ നിലനിൽക്കുന്ന സ്ഥലമാണെന്നും അത് വലിയ സംഘർഷങ്ങൾക്കും മറ്റും വഴിവെക്കുമെന്നതിനാൽ ആ സ്ഥലം മൗണ്ട് ഒലീവിലാണെന്നുമാണ് ഭിന്നാഭിപ്രായങ്ങൾ. ഇതിന്റെ നിർമ്മാണം കഴിഞ്ഞാൽ അവരുടെ മിശീഹ, അതായത് ദജ്ജാൽ വരുമെന്നാണ് ജൂതന്മാർ കരുതുന്നത്. അതിനുശേഷം ജൂതന്മാർക്കായിരിക്കും ലോകത്തിന്റെ ആധിപത്യമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇസ്ലാമിക വിശ്വാസപ്രകാരം ദജ്ജാൽ പുറപ്പെട്ടാൽ മക്കയും മദീനയും ഒഴികെ ഭൂമിയിലെ എല്ലാ പട്ടണങ്ങളിലും അവൻ സഞ്ചരിക്കും. ഭൂമിയിൽ മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പരീക്ഷണമായിരിക്കും താനാണ് ദൈവം എന്ന് വാദിക്കുന്ന ദജ്ജാലിന്റെ കടന്നുവരവ്. അവൻ 40 ദിവസം ഭൂമിയിൽ സഞ്ചരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതിലെ ഒരു ദിവസം അത് 1 വർഷത്തിന് തുല്യമായിരിക്കും. അതിലെ 2-ാമത്തെ ദിവസം 1 മാസത്തിന് തുല്യമായിരിക്കും. 3-ാമത്തെ ദിവസം 1 ആഴ്ചക്ക് തുല്യമായിരിക്കും. മറ്റു ദിവസങ്ങൾ സാധാരണ ദിവസത്തെ പോലെ ആയിരിക്കും. മനുഷ്യരാശി ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ യുദ്ധങ്ങൾ അത് ദജ്ജാലിന്റെ വരവിന് മുൻപ് സംഭവിക്കാനുള്ളതാണ്. മനുഷ്യരാശി ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വലിയ ക്ഷാമം അതും ദജ്ജാലിന്റെ വരവിന് മുൻപേ മനുഷ്യർ സാക്ഷ്യം വഹിക്കുവാനുള്ളതാണ്.